എന്റെ കണാരപ്പൂപ്പ, ഈ ഓജോ ബോർഡ് വെച്ച് കുറെ ദിവസമായി നിങ്ങളെ ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഇന്നെങ്കിലും വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും. കണാര, ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. ഓ കണാര, ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. എന്തോന്ന് നല്ല സ്പിരിറ്റ് ഇരിക്കുന്ന കണാര കയറി വാന്ന് പറഞ്ഞു. ഞാൻ എന്റെ അപ്പൂപ്പന്റെ ആത്മാവിനെ ഓജോ ബോർഡുകളെ വിളിച്ചു വരുത്തിയതാണ്. നീ ഓ കണാറെന്നല്ലടാ വിളിച്ചത്, ഞാനാണ് ഓ കണാരൻ. അയ്യോ, അതെന്റെ അപ്പൂപ്പൻ ഇത്രയും നേരം വിളിച്ചിട്ടും വരാത്തോണ്ട് ദേഷ്യം കൊണ്ട് ഞാൻ ഓ കണാരാന്ന് വിളിച്ചതാണ്. ശരിക്കും എന്റെ അപ്പൂപ്പന്റെ പേര് സി കണാരൻ. സി ആയിരുന്നാലും ക്യൂ ആയിരുന്നാലും ഒരു ആത്മാവ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. നീ കാര്യം പറ. എല്ലാത്തിനും കാരണം ഈ ഓജോ ബോർഡാണ്. നിനക്കിത് ഓജാ ബോർഡ്, ഞങ്ങൾക്കിത് പാസ്പോർട്ടാണ്. ഞങ്ങൾ ഇതിലാണ് വരെയും പോവുകയും ചെയ്യുന്നത്. എന്നാ നീ കാര്യം പറയടാ. നിങ്ങൾ ആത്മാവാ? ഞാൻ ആത്മാവ്. ഇവിടെ ആത്മാവ് സാധാരണ വെള്ള ഡ്രസ് അല്ലേ? ഇതെന്തെങ്കിലും പച്ചലയൊക്കെ ചുറ്റി? എടാ, ആത്മാവിന് ഡ്രസ്സേ ഇല്ല. പിന്നെ ഈ ഭൂമിയിലോട്ട് വരുന്നത് കൊണ്ട് ഉയിര് പേടിച്ച് കൈ കിട്ടിയൊക്കെ വലിച്ചു പറിച്ചിട്ടോണ്ട് വന്നതാണ്. ആത്മാവ് സാധാരണ നമ്മൾ കാണുമ്പോ ഈ പുകയ്ക്കകത്തൊക്കെ ആണല്ലോ ഇങ്ങനെ ഉയർന്നു വരുന്നത്. സംഭവം ശരി തന്നെയാണ്. പോലീസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തോണ്ട് 4 പ്രാവശ്യം പിടിച്ച് പെറ്റിയടിച്ച്. അതുകൊണ്ട് ഇപ്പൊ പുകയില്ല. ഈ പുകയ്ക്കാൻ വല്ലതും കിട്ടും? ഏ കണാരനല്ല, ഞാൻ ഓ കണാരൻ. പുക വലിച്ചു കഴിഞ്ഞാൽ പട്ടൂല് വരാന്നാ. പോടാ അവിടുന്ന്. നിനക്ക് തമിഴ് അറിയത്തില്ലേ? ഇവിടെ പുക വലിച്ചു കഴിഞ്ഞാൽ മാരകമായ അസുഖം വരുമെന്ന്. അതാണ് പറഞ്ഞത്. അല്ല, ഈ ആത്മാവിന്റെ സ്ഥലം എവിടെ? എന്റെ സ്ഥലം ഇവിടെ കൊല്ലത്ത്. കൊല്ലത്ത് ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കൊല്ലത്ത് തന്നെ. ഇതേതാണ്ട് അളിഞ്ഞ മിമിക്രിക്കാരന്റെ ആത്മാവ്. ഇയാൾ ആത്മാവൊന്നുമില്ല. ഇയാൾ പോയ ഇവിടുന്ന്. ഇടാ, സത്യമായിട്ട് ഞാൻ ആത്മാവാണ്. അയ്യോ, ഇവനെ എങ്ങനെ പറഞ്ഞു വിശ്വസിക്കും? ആത്മാവാണോ? ഓ, അങ്ങനെയാണെങ്കിൽ എന്റെ അപ്പൂപ്പന്റെ ആത്മാവിനെ ഇപ്പൊ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? എടാ, അത് പറ്റത്തില്ല. എന്ത് ആത്മാവിന്റെ അപ്പൂവന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞില്ലേ? ഇനി നിന്റെ അപ്പൂനെ വരുത്താൻ പറ്റത്തില്ല. ഇനി വേണമെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ എന്റെ ശരീരത്തിലൂടെ വരുത്താൻ സാധിക്കും. അങ്ങനെയൊക്കെ പറ്റും? അങ്ങനെ പറ്റത്തുള്ളൂ. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ കട്ട ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ വരും. ഇങ്ങോട്ട് നിൽക്കാലോ? ഇപ്പൊ ഇങ്ങോട്ട് നിൽക്കാലോ? ദേഷ്യം വരും. എന്തിന്? ചുമ്മാ കട്ടായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കാൻ പിന്നെ ദേഷ്യം വരത്തില്ലേ? നീ എന്താ എന്നെ കട്ടപ്പെടാൻ കളിക്കാൻ വിളിച്ചതാ? വരണ്ടേ? അപ്പൊ ഇതൊന്ന് മാറ്റി നോക്കാം. സുന്ദരാ, ആരാ? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഇല്ല, എന്നെ മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളുടെ കാമുകിയാട്ടോ. ലക്ഷ്മി അല്ല, സുമ അല്ല, സുധർമ്മ അല്ല. ശീല. ഈശ്വരോ, ഇത്രയും പേരുണ്ടായിരുന്നു. എന്നിട്ട് കാലം എന്നെ പറ്റിക്കായിരുന്നില്ലേ? ഒരു ക്ലൂ തരാമോ? എന്റെ ഒരു സ്വർണം കൊണ്ട് വിറ്റ് കുട്ടടിച്ച എന്റെ നാവിന്റെ തുമ്പിലിരിക്കുന്നു. അല്ല, ചേട്ടാ, എന്നെ ഇപ്പൊ കെട്ടണം. എന്നെ ഇപ്പൊ കെട്ടണം, 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 കെട്ടണം. കെട്ടാം. ശബ്ദം ഓക്കെ, പക്ഷെ ബാക്കി. അയ്യോ, വീണ്ടും എന്നെ തേക്കാനുള്ള പരിപാടിയാണല്ലേ? ചേട്ടാ, കല്യാണം കഴിഞ്ഞ് 4-5 പിള്ളേരും കുട്ടികളൊക്കെ ആയിട്ട് നമുക്കങ്ങ് ജീവിക്കാൻ. ചേട്ടാ, എന്നെ കെട്ടണം, കെട്ടണം, കെട്ടണം. ഓടുന്നു. എന്താടാ എന്തൊരു മാതിരി നോക്കുന്നത്? എന്താ നിനക്ക്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെന്ന്? അതെ, നീ പറയടാ. ഇതുപോലൊന്നും അല്ല എന്റെ അപ്പൂപ്പൻ. നിന്റെ അപ്പൂപ്പൻ എങ്ങനെയായിരുന്നു? എന്റെ അപ്പൂപ്പൻ രാജധാനിയിലെ പാട്ടുകാരനായിരുന്നു. അതെനിക്കറിയാം. വയറ്റത്തടിച്ചിട്ട് മറ്റേ പരദേശേ അതല്ലേ? ട്രെയിനിൽ പാടുന്നതല്ല, പിന്നെ രാജകൊട്ടാരത്തിലെ പാട്ടുകാരനായിരുന്നു. എന്റെ അപ്പൂപ്പൻ അങ്ങോട്ട് നിന്ന് പാടിക്കഴിഞ്ഞോണ്ടല്ലോ, ഈ രാജാക്കന്മാരൊക്കെ അങ്ങോട്ട് എണീച്ച് നിന്ന് പുളകം കൊള്ളും. അത് നിന്റെ അപ്പൂപ്പന്റെ കഴിവൊന്നും അല്ലടാ. ഇറക്കാം ഫ്രണ്ടിൽ ഒരു പല്ലില്ലാതെ ചെന്ന് സുഗമമായി പാടിക്കഴിഞ്ഞാൽ അതിന്ന് പറഞ്ഞ കാറ്റടിച്ചിട്ട് രാജാവല്ലേ ആര് ഇരുന്നാലും പുളകം കൊള്ളും. എന്റെ അപ്പൂപ്പനെ അറിയോ? പിന്നെ പിച്ചവിട്ട് കാണാറിന് ആർക്കറിഞ്ഞു? എടാ, നിന്റെ കണാര അപ്പം പാട്ട് പാടുമ്പോൾ ഞാനല്ലേ ക്ലാർനെറ്റ് വായിക്കുന്നത്. എന്നിട്ട് എന്താ ഞാൻ പന്ന പാട്ടി പാട്ടും പാടി തെറ്റിച്ച് ആൾക്കാരെല്ലാം കൂടെ കയറി വന്ന് ക്ലാർനെറ്റ് അടക്കം വാവത്തി ഒരു ഒറ്റ അടി. ഈ ക്ലാർനെറ്റ് ഉണ്ടല്ലോ, ഈ തൊണ്ടക്കുഴി വന്ദേ ഭാരത് പോകുമ്പോലെ ഒരൊറ്റ പോക്ക വയറ്റിലേക്ക്. ഞാൻ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ചെറുകുടലും വൻകുടലും കൂടി ക്ലാർനെറ്റിന് ചുറ്റി പടഞ്ഞത് വായിക്കുക. അപ്പൊ മ്യൂസിക് കേട്ട് കിടന്ന് ഉറങ്ങാം. നിനക്കത് പറയാം. ബാക്കിയുള്ള നാണം കെട്ട് വെളിയേറി കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എടാ, ഞാൻ ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു. ശരിക്കും ആൾക്കാരൊക്കെ ഉണ്ട് ബസ്സിനകത്ത്. ഞാൻ നോക്കിയപ്പോ ഉണ്ടറാ ചെറുകുടലും ഈ ക്ലാർനെറ്റിന്റെ ചുറ്റും ഒരു കറക്കാം. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അപ്പൊ തന്നെ കൈയെടുത്ത് ചെവിയും വായൊക്കെ ഇങ്ങനെ പൊത്തി അങ്ങ് നിന്ന്. എന്തിന്? എടാ, ഇന്ത കൈയൊക്കെ എപ്പോഴെടുത്ത് വായിക്കുമെന്നോ അത് എവിടെ കൂടെയൊക്കെ കേൾക്കുമെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ? നാണം കെട്ട് പോവില്ലേ?
ഹലോ അവിടെ നിന്നല്ല എന്റെ മൊബൈലിൽ നിന്ന് ഭാര്യ വിളിക്കുന്ന മിസ് കോൾ അവള് എപ്പോഴും പോടി അവിടുന്ന്. എടാ നീ എന്തിനാ ഈ അപ്പനെ ഇപ്പൊ വിളിച്ചു വരുത്തുന്നത്? അപ്പൂപ്പൻ ജീവിച്ചിരുന്നപ്പോ പ്രമാണത്തിനകത്ത് കള്ളപ്പെട്ട് വിളിച്ചു വരുത്തിയിട്ട് വേണം 2 എണ്ണം കൊടുത്തിട്ട് ശരിയായിട്ടുള്ള ഉപ്പ് മേടിക്കാൻ. നടക്കത്തില്ല. പുള്ളി അവിടെ വന്ന് രജിസ്റ്ററിലും കള്ള ഒപ്പിട്ടു. ഇപ്പൊ അവിടെ പിടിച്ച് അടച്ചിട്ടിരിക്കുക. അയ്യോ അപ്പൊ ഞാനിനി എന്ത് ചെയ്യും? ഞാൻ വന്നൊരു ഒപ്പിട്ട് തരാം, എനിക്ക് എന്തെങ്കിലും തന്നാ മതി. കണാറിനല്ല ഇവൻ എന്ത് ചെയ്ത? കണാറിനല്ല ഞാൻ ഓ കണാറിനാണ് എത്ര പ്രാവശ്യം പറഞ്ഞു. ഇയാള് പട്ടിണി നടക്കുമല്ല. ലഞ്ച് വാങ്ങുന്നതും ലഞ്ച് കൊടുക്കുന്നതും ഒക്കെ തപ്പാന്ന്. എടാ പോടാ പൊട്ട, ലഞ്ചല്ല ലഞ്ചം. കോഴ വാങ്ങല്ലെന്നാണ് പറഞ്ഞത്. ഒന്നാ പിന്നെ ഇവിടെ നിൽക്കണ്ട. ഇയാൾ വിട്ടോ, എനിക്ക് വേറെ ഒരുപാട് പരിപാടിയുണ്ട്. പോയാ അവിടുന്ന്. ഇതിന് മൊത്തം കാരണക്കാരൻ നീയാണ്ടി കേട്ടാ. നിനക്ക് നീ എന്താ ഞാൻ രാവിലെ അവിടെ പോന്നപ്പോഴേ പറഞ്ഞല്ലടാ ഏ അല്ല ഓ ആണെന്ന്. പിന്നെ നീ എന്റെ പറയാണെന്ന് എന്തിനു ചൊല്ലി നിന്റെ തിണ്ട വാക്കരിക്ക്. നിന്നെ നെഞ്ചിലെ കല്ലിറങ്ങിയ ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കില്ല കേട്ടോ. ഇനി മേലാൽ എടാ ഏ കണാരനല്ല, ഞാൻ ഓ കണാരൻ.